ആർട്ടിസ്റ്റ് എന്നാൽ ആകാശത്ത് നിന്ന് വന്നവനല്ലടാ, ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നതാ. അവർക്കിടയിലേക്ക് ചെന്ന് വേരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കണം, പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സോറി, ടൈമിംഗ് ഒക്കെ പോയി. ഞങ്ങളുടെ ഭാഗ്യല്ല. ഞാൻ എന്ത് ചെയ്യണം സാർ? നീ പെണ്ണുങ്ങളൊക്കെ സൈറ്റ് അടിച്ച് നടക്കല്ലേ, ഇന്ന് എന്റെ കണ്ണടിച്ച് പോടാ. അയ്യോ, കണ്ണു കാണാത്തേ. ഇനി തൊട്ട് നീ പൊട്ടനുവാ. ക്യാരക്ടർ ചെയ്യുന്നെങ്കിൽ ഇൻവോൾവ് ആവണോടാ. എടാ, എന്നെ കണ്ട ആരെങ്കിലും മാസ്റ്റർ എന്ന് പറയൂ? ഒരു ചുമട്ട് തൊഴിലാളി എന്നേ പറയൂ. സാറിന് പറ്റിയ പണിയാണ്. മോർണിംഗിൽ എണീറ്റപ്പോ വരലക്ഷ്മിക്ക് ഒരു എക്സിബിഷൻ കാണണമെന്ന് തോന്നി. ഈവനിങ് ഇതാ ഇവിടെ എത്തിച്ചേർന്നു. വരലക്ഷ്മി, ഇവളുടെ ഒരു ലക്ക് സഹിക്കാൻ വയ്യ. ഇന്നുകൊണ്ട് നിന്റെ ലക്ക് ഞങ്ങൾ തീർത്തു തരും. വെറുതെ 1000 രൂപ കയ്യിൽ നിന്ന് പോയാലും ആ റാവു ഇത്രയും കാലം എല്ലാരെയും പറ്റിച്ചോണ്ടിരുന്നു. ഇന്നാ റാവുവിന് ആരോ പണി കൊടുത്തുന്നാ തോന്നുന്നേ. അവര് തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സാ. നിങ്ങൾ പോയിക്കോ, ഒരു ലാൻഡ് പ്രോബ്ലം സോൾവ് ആയി കച്ചവടം ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. ആര് കാരണമാടാ? PR കാരണം. ആണോ? അതെ. പിന്നെന്താ പണം കൊടുക്കാത്തെ? കൊടുത്തേക്കാം, പൂവും വെച്ച് കൊടുത്തേക്കാം. കൊടുത്തില്ലെങ്കിൽ അതേ പൂവ് നിന്റെ ശവത്തിന്റെ മുകളിൽ ഞാൻ വെക്കും. ഫോൺ ചെയ്. ഹലോ പേരണ്ണ, ഞാനണ്ണ. എക്സിബിഷൻ റാവുവാ വിളിക്കുന്നത്. കൊടുത്തേക്കാം, പൈസ നാളെ തന്നെ കൊടുത്തേക്കാം. എന്റെ നെറ്റിക്ക് തോക്ക് വെച്ചിരിക്കാട്ടാ. ഫോൺ അവനോട് കൊടുക്കാം. അല്ല, ക്രാന്തി. അവൻ പണം തരാന്ന് പറഞ്ഞു, വിട്ടേക്ക്. കൊല്ലരുത്, സത്യമായിട്ട് കൊടുത്തേക്കാം. കൊടുത്തില്ലെങ്കിൽ ഇത് സംസാരിക്കും. കൊടുക്കണ്ണ. കണ്ടിട്ട് നല്ലൊരു സിനിമ നടി പോലെ ഉണ്ടല്ലോ. എന്തൊരു ക്യാമറയാ. എടേ, എനിക്ക് അവള് മതി. ഞാൻ ഡിസൈഡ് ചെയ്തു. നീ മാറി നിൽക്ക്, നീ ശല്യപ്പെടുത്തല്ലേ. ആഹാ, അരയന്നം പോലെ. ഓഹോ, നീ ഇപ്പോഴേ അതിനെ ഫിക്സ് ചെയ്തോ? ഫിക്സ് ആയടാ. നിന്റെ പേര് ഹംസന്നാ? എന്തിനാ ഈ ഹിംസ? എല്ലാ പെണ്ണുങ്ങളും ഒരുപോലാണെന്ന് കരുതുന്നവനാണ് ഭ്രാന്തൻ. ക്രാന്തി. ഭ്രാന്തൻ. ക്രാന്തി, അതാ അവന്റെ പേര്. കന്ത്രിയാ? ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ക്രാന്തി, കൺഫ്യൂഷൻ ആയാൽ കന്ത്രി. പേര് പോലെ തന്നെയാ ക്യാരക്ടറും. അതെ. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഇത്രയും റാഷ് ആയിട്ട് സംസാരിക്കരുത്. ഹലോ 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 എനി ടൈം ആ റാവുവിന് പണി കൊടുത്തേന് നീ ഫ്രീ ആയിട്ടൊരു കാർഡ് എടുത്തോ. ആഹാ, ഇവന്റെ ജീവിതത്തിൽ ഇനി ശുക്രൻ വരാൻ പോവാ. നിനക്ക് കഷ്ടകാലവും. സ്ക്രാച്ച് ആൻഡ് വിൻ വെറും 100 രൂപയ്ക്ക് ലോകയാത്ര. പ്ലാസ്മ ടിവി, ലാപ്ടോപ്പ് ആൻഡ് ഗോൾഡ് കോയിൻ. ഓ, ഞാൻ സ്ക്രാച്ച് ചെയ്യും. അപ്പൊ എനിക്കത് കിട്ടും. പിന്നെ ഞാനത് വീട്ടിൽ കൊണ്ടുപോകും. വെറുതെ എന്റെ കൊച്ചേ, സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് 24 ബ്രാഞ്ച് ഉണ്ട്. ഇത് ചൊരണ്ടി എല്ലാവർക്കും പ്രൈസ് കൊടുത്താലേ ഞങ്ങള് മൊട്ടയടിച്ച് നടക്കേണ്ടി വരില്ലേ? എന്താ ഒന്ന് ട്രൈ ചെയ്തൂടെ? ഇതെല്ലാം ഞങ്ങളുടെ കമ്പനിയുടെ ലാഭല്ലേ? നീ കൂടെ ഒന്ന് ചൊരണ്ട് മോളെ. എന്നാ ഈ കട അങ്ങ് പൂട്ടായിരുന്നു. ഇന്നാ ചൊരണ്ട്. അയ്യോ, ഒന്ന് വേഗം സ്ക്രാച്ച് ചെയ്ത് സസ്പെൻസിൽ നിർത്താതെ.